C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാ നോക്കട്ടെ. കൊള്ളാല്ലേ? പാവേട്ടൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. എന്താടോ താൻ ആലോചിക്കുന്നേ? അല്ല, മുമ്പൊക്കെ ഏട്ടൻ എന്തേലും വാങ്ങിയാ എല്ലാവർക്കും വാങ്ങുമല്ലോ. മായയും താരയും ചിത്രയെല്ലാം അതിനുവേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. അവർക്ക് അവരുടെ ഭർത്താക്കന്മാര് വാങ്ങിച്ചു കൊടുത്തോളും. അവരും കാര്യങ്ങളൊക്കെ പഠിക്കട്ടോ. ശരി, എന്നാ ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കോ. തനിക്ക് എന്ത് പറ്റിയടോ? എന്താ ഒരു വിഷമം? ഇല്ല, ഒന്നുമില്ല ഏട്ടാ. തന്റെ മുഖം കണ്ട എനിക്ക് അറിഞ്ഞൂടെ? എടോ, എന്തു വന്നാലും ഞാനില്ലേ കൂടെ? എടോ, നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല. പിന്നാരാ, നിങ്ങളാണോ അത് ചെയ്തത്? നിങ്ങളുടെ ഉള്ളിലും അവനെ കൊല്ലാനുള്ള വിരോധം ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങളാണത് ചെയ്തതെന്ന് ആരെങ്കിലും പറഞ്ഞാ അത് സത്യമാവുന്നത് എങ്ങനെയാ? അതുപോലെ തന്നെയാ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യവും. വെറുതെ സംശയിക്കാന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഇതിനിടയ്ക്ക് അവനെങ്ങനെയോ ചത്തു. കേസും കോടതിയൊന്നും അവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതിനുള്ള ആത്മബലമൊന്നും ആ സാധുവിനില്ല. അവളൊരു പാവ. പിന്നാരാ, ഞാനാണോ ഭയങ്കര സുധേട്ടാ? ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, കൊച്ചേ അവൻ ഭാര്യ വാഴാത്തവനാ, ജീവൻ വേണമെങ്കിൽ അവനെ കളഞ്ഞിട്ട് രക്ഷപ്പെട്ടോന്ന്. ദേ, എന്നിട്ട് ഞാൻ പോയോ? ഞാൻ കണ്ടതേ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞിനെ കൂടിയാ. അന്നു മുതൽ സ്വന്തം മോളായിട്ട് തന്നെയാ ഞാൻ അവളെ വളർത്തി വലുതാക്കിയത്. പിന്നെ നമുക്കൊരു മോളുണ്ടായി. രണ്ടുപേരെയും ഒന്നായി കണ്ട് തന്നെയാ ഞാൻ വളർത്തിയത്. അങ്ങനെ ഇപ്പോ അവളെ ജയിലിലാക്കാൻ ഞാൻ സമ്മതിക്കുവോ? നീ പറഞ്ഞത് വെറുതെ ആണെങ്കിലും അതിലൊരു സത്യമുണ്ട്. അവളെ നീ വളർത്തി. ഇന്നിപ്പോ ഈ കുടുംബത്തിന്റെ ആകെ നെടുന്തൂണാവണം. അവളെ ജയിലിൽ വിടാൻ ഞാനും സമ്മതിക്കത്തില്ല. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ സുധേട്ടാ, അവൻ ചത്തത് നമ്മളാരും കാരണമായതുകൊണ്ടല്ല. നമ്മുടെ മോളുടെ കല്യാണം മുടക്കാനാ അവനാ കല്യാണ സ്ഥലത്ത് വന്നത്. എന്റെ മോളുടെ സങ്കടം ദൈവം കേട്ടു. ദൈവം അവനെ അങ്ങ് കൊണ്ടുപോയി. അതിന്റെ പേരിൽ അരുതാത്തതൊന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കില്ല. ഒക്കെ ദൈവം നോക്കിക്കോളും സുധേട്ടാ. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. അവന്റെ കാര്യത്തിൽ അത് അച്ചട്ടായി, അത്രേ ഉള്ളൂ. വെറുതെ ഓരോന്നാലോചിച്ച് തല പുണ്ണാക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. വാ. ഈശ്വര, ഇതൊക്കെ താങ്ങാൻ എന്റെ മോൾക്ക് ശക്തി കൊടുക്കണേ.
ജ്യോതി, ഒരു ഗ്ലാസ് വെള്ളം. താനെന്താ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നത്? ഒന്നുമില്ല, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ. അങ്ങോട്ട് തിരിഞ്ഞു കിടന്നാൽ ക്ഷീണം മാറൂ? എടോ, എനിക്കറിയാൻ തന്റെ മനസ്സ് ശരിയല്ലെന്ന്. ഈശ്വര, ഏട്ടന്റെ മുഖത്ത് നോക്കി കുറച്ചു നേരം സംസാരിച്ചു പോയാ ഞാൻ സത്യം പറഞ്ഞു പോവും. തൽക്കാലം ഉറക്കം വരുന്നതായിട്ട് ഭാവിക്കാം, അതേ മാർഗമുള്ളൂ. ജ്യോതി, ജ്യോതി, താൻ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നമുക്ക് നാളെ സംസാരിക്കാം, എനിക്ക് ഉറക്കം വരുന്നു. എടോ, ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് തന്നെ ഉറങ്ങിക്കോ. എനിക്ക് വയ്യാന്ന് പറഞ്ഞില്ല ഏട്ടാ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഓഹോ, അപ്പൊ തനിക്ക് ഞാനാണ് സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ മനസ്സ് വെച്ച് പെരുമാറുകയല്ല വേണ്ടത്. തൽക്കാലം ദേഷ്യപ്പെട്ടാലും സാരമില്ല, ഇതല്ലാതെ വേറെ വഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ Zee 5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.